ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ നന്ദൻകോട് ഇടവകയായിട്ട് കരോൾ സർവീസായിട്ട് കടന്നു വരുവാൻ വലിയവനായിട്ടുള്ള ദൈവം കൃപ ചെയ്തു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ കരോൾ സർവീസിലേക്ക് കടന്നു വന്ന എല്ലാ ബഹുമാനരായിട്ടുള്ള പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ കരോൾ സർവീസിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോൾ പ്രിയ കൊച്ചുമച്ചാന് മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ പരിശുദ്ധനായ ദൈവമേ, അങ്ങയുടെ തിരുപ്പിറവി ആചരിപ്പാൻ അടിയങ്ങളുടെ ജീവിതത്തിൽ ഒരവസരം കൂടെ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് സ്വർഗീയ സൈന്യത്തോട് ചേർന്ന് ഈ രാത്രി അങ്ങേ പുകഴ്ത്തുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, എളിമയുടെ പ്രതീകമായി അങ്ങ് കാലിത്തൊഴിൽ ജനമെടുത്തപ്പോൾ കർത്താവിൻ്റെ തേജസ് ദൂതന്മാരുടെ ചുറ്റും മിന്നി. ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത കേൾക്കുവാനിടയായതിനാൽ സ്തോത്രം ചെയ്യുന്നു. മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിനായി ഈ താണലോകത്തിലേക്ക് രൂപമെടുത്തിറങ്ങി വന്ന അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിടുത്തെ കരുണയിൽ അവയൊക്കെ പൊതിഞ്ഞുകൊള്ളണമേ. അത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ വർഷത്തെ സന്തോഷത്തിനും അനുഗ്രഹത്തിനും ഇടയാക്കി തീർക്കണമെന്ന് ഞങ്ങളുടെ കർത്താവും പ്രിയക്ഷനുമായ യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. തുടർന്നുള്ള ഈ പ്രോഗ്രാം കോമ്പയറിംഗ് ചെയ്യുന്നതിന് വേണ്ടി മിസ് അഞ്ജു സാറാ വർഗീസിനെ ഞാൻ ക്ഷണിച്ചോളും. Greetings to all in the name of our Lord and Savior, Jesus Christ. Isaiah chapter 9 verses 6 says, "For unto us a child is born, unto us a son is given, and the government shall be upon his shoulders, and his name shall be called Wonderful Counselor, Mighty God, Everlasting Father, the Prince of Peace." Good evening and a warm welcome to all. വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു. ദൈവം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ ജനനം. പാപപങ്കിലമായ മനുഷ്യജീവിതത്തെ ദൈവികമായി മാറ്റുന്നതിനാണ് രക്ഷകൻ പിറന്നത്. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട മനുഷ്യഹൃദയങ്ങൾക്ക് പ്രതീക്ഷയും പ്രത്യാശയും സന്തോഷവും ഈ ക്രിസ്തുമസ് നൽകട്ടെ. എല്ലാവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആശംസകൾ നേരിടും. We begin our service with a very popular hymn, "O Come All Ye Faithful." The hymn was originally written in Latin, "Adeste Fideles." The hymn is a call to come and adore the King. Let us all rise and join the choir to sing the hymn, "O Come All Ye Faithful." Come,
ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ ആലയത്തിലേക്ക് കടന്നു വന്ന ഏവരെയും സ്വാഗതം ചെയ്യാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞങ്ങളുടെ ഇടഭാഗങ്ങളായിട്ട് വിദൂരതയിലും അന്യസംസ്ഥാനങ്ങളിലുമൊക്കെ ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ചിലർക്കൊക്കെ കടന്നു വരാനായിട്ട് ഇടയായിട്ടുണ്ട്. എല്ലാവർക്കും കടന്നു വരാനായിട്ട് സാധിച്ചിട്ടില്ല. കടന്നു വന്നവരെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. ഇന്നത്തെ നമ്മുടെ കരോൾ സർവീസിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റവറൻ സാം മാത്യു അച്ഛനാണ്. PM കോയിസ് സാറ് സെൻറ്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ സഭാ കൗൺസിൽ അംഗവും കരുനാഗപ്പള്ളി കൊല്ലക ഇടവകയിലെ അംഗവുമാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടേക്ക് സമയത്തിന് തന്നെ കടന്നു വരുവാനായിട്ട് കാണിച്ച താല്പര്യത്തിനായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹത്തെ ഞാൻ ഇടവകയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രായഭേദമന്യേ കടന്നു വന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് ബന്ധുമിത്രാദികളായിട്ട് കടന്നു വന്ന ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതിപരിശുദ്ധമായിട്ടുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2024 ക്രിസ്മസ് ആഘോഷിക്കുവാനല്ല, വലിയവനായിട്ടുള്ള ദൈവം സ്വർഗ ഉന്നതി വെടിഞ്ഞ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതിനെ ധ്യാനിപ്പാൻ ഒരവസരം കൂടെ ദൈവം നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മനോഹരമായിട്ടുള്ള ക്രിസ്മസ് സന്ദേശം നൽകുന്നതിന് വേണ്ടി PM കോയിസ് സാറ് നമ്മുടെ മധ്യത്തിലുണ്ട്. എങ്കിലും വികാരിയുടെ കർത്തവ്യം എന്നുള്ള നിലയിൽ ക്രിസ്മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്രിസ്മസ് ഈസ് എ ടൈം ഫോർ ഗിവിങ്. നൽകുന്നതിൻ്റെ, പങ്കുവെക്കുന്നതിൻ്റെ, ഷെയർ ചെയ്യുന്നതിൻ്റെ സമയമാണ് ക്രിസ്മസ് എന്ന് പറയുന്നതിൽ. അതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. രണ്ടാമത് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈം ഫോർ ഗുഡ് ടിഡിങ്സ്. നല്ല വാർത്തയുടെ സമയമാണ് ക്രിസ്മസ്. ദൂതൻ അവരോട് പറഞ്ഞത് ആ വലിയ നല്ല വാർത്തയാണ്. സർവ്വജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇത് പ്രത്യാശയുടെ വാക്കുകളായിരുന്നു. ഇന്ന് ക്രിസ്മസ് ദിനം നാം ധ്യാനിക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം ഇതാണ്. നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നമുക്കൊരു രക്ഷകൻ ഉണ്ട്. മൂന്നാമതായിട്ട്, ക്രിസ്മസ് ഈസ് എ ടൈം ഫോർ അമേസിങ് ഗ്രേസ്. ക്രിസ്മസ് ദൈവത്തിൻ്റെ അത്ഭുതമായ കൃപയെ വർണ്ണിക്കുന്നതായിട്ടുള്ള സമയമാണ്. മനുഷ്യന് പലപ്പോഴും മനസ്സിലാക്കുവാൻ പോലും സാധിക്കാത്ത മേൽ, പാപിയുടെ മേൽ ചൊരിഞ്ഞതായിട്ടുള്ള സ്നേഹം അർഹതയില്ലായിരുന്നു. അർഹതയില്ലാതിരിക്കുമ്പോൾ പാപിയായ മാനവരാശിയുടെ മേൽ ചൊരിഞ്ഞതായിട്ടുള്ള ദൈവത്തിൻ്റെ മഹാസ്നേഹം, കൃപ. ക്രിസ്മസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് ഇസ് എ ടൈം ഫോർ അമേസിങ് ഗ്രേസ്. നാലാമതായിട്ട്, ക്രിസ്മസ് ഈസ് എ ടൈം ഫോർ ഗ്ലോറിഫയിങ് ഗോഡ്. ഞാനീ പറയുന്നതെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ട്. നമുക്ക് 13, 14 വാക്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. സ്വർഗീയ സൈന്യവും ദൂതന്മാരും ഒരുമിച്ച് പാടുന്നു. അവരോട് ചേർന്ന് നമുക്കും ഈ ഭൂമിയിൽ ലഭിച്ച അവസരത്തിൽ നമ്മൾക്കും പാടുവാനായിട്ട് സാധിക്കണം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന സമയമായി ക്രിസ്മസ് മാറട്ടെ. 2024 ക്രിസ്മസ് എല്ലാം കൊണ്ടും അനുഗ്രഹപ്രദമായി തീരട്ടെ. ക്രിസ്മസിൻ്റെ സമയം വളരെ വിലപ്പെട്ടതായി തീർക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അപ്രകാരം ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ട
ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. The junior and senior choir of our parish will now present before us a selection of Christmas songs. We hope and pray that you will enjoy every moment and feel the love of God as you listen to these songs. We start today's carol service with the songs by our junior choir. The junior choir will now present before us 2 songs. സ്വർഗീയ ഗാനം ആടിപ്പാടുവാനായി ജയത്തിൻ ഗാനം ആർപ്പിടുവാൻ ബെത്ലഹേം നഗരിയിൽ ജാതനായ ദൈവപുത്രന് ഹല്ലേലൂയ പാടുവാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു പഴയ ഗാനം, ആടിപ്പാടൻ സ്വർഗീയ ഗാനം. ലിറിക്സ് ആൻഡ് മ്യൂസിക് ബൈ എം തോമസ് തോമസ്. Ha
The next song exhorts us to rejoice, lift up our hearts and voice to herald the birth of Jesus. The song also reminds us to spread glad tidings across the earth. On this joyous occasion of our Savior's birth, the King of Kings and the Lord of Lords, who gave up his glory in heaven to come into this world for you and for me. Rejoice, rejoice, lift up your heart and voice. Words by Bert Straighten and music by Patty Drennan. Now, it is time to hear the senior choir who will present before you a selection of Christmas songs. Hope these songs will take you back in time to that momentous night in Bethlehem. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ മനുഷ്യർക്ക് സംപ്രീതിയും ലോകത്തിൻ നന്മയ്ക്കായി ദൈവത്തിൻ ദാനമായി ബെത്ലഹേം പുൽക്കൂട്ടിൽ യേശുജാതനായി. ലോകത്തിന് മുഴുവൻ സത്യവെളിച്ചമായി വന്നവൻ്റെ ജനനം പലരെയും അറിയിച്ചത് ആകാശത്ത് മിന്നി മിന്നി നിന്ന ഒരു നക്ഷത്രമായിരുന്നു. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആ നക്ഷത്രം വരുവാനുള്ള വലിയ വെളിച്ചത്തിൻ്റെ ഒരു പ്രതീകം മാത്രമായിരുന്നു. മിന്നും മിന്നും താരകം മിന്നും എന്ന ഗാനം നമുക്ക് ശ്രവിക്കാം. Tiro
നിങ്ങളറിഞ്ഞോ ആ സന്തോഷവാർത്ത? നിങ്ങളറിഞ്ഞോ ആ സ്വർഗീയ വാർത്ത? നിങ്ങൾക്കായി ലോകരക്ഷകൻ ദൈവജാതൻ പുൽത്തൊഴുത്തിൽ പിറന്ന വാർത്ത. യേശുവിൻ്റെ ജനനം മണ്ണിൽ മാത്രമല്ല വിണ്ണിലും ഒരു ഉത്സവമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അടുത്ത ഗാനം നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത. ലിറിക്സ് ആൻഡ് മ്യൂസിക് ബൈ J.A. തോംസൺ. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. വിണ്ണിലും മണ്ണിലും ഉത്സവമേളമായി രാജാവിന്റെ തിരുജനനം വിളംബരമായിതാ. ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, ഓടിയെത്തിയ ജപാലകർ, തേടിയെത്തിയ പണ്ഡിതർ, പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്തി, പാട്ടുപാടിയും നൃത്തമാടിയും രാജരാജനെ വാഴ്ത്തി. പുൽത്തൊഴുത്തിലെ ദൈവജാതനെ ഏവരും ആദരിച്ചു, പുൽത്തൊഴുത്തിലെ ദൈവജാതനെ ഏവരും ആദരിച്ചു. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, നിങ്ങളറിഞ്ഞോ സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം പുതിയൊരു താരം വേദലഹേമിലുയർന്നു. പാവനമാണീ രാത്രി, സ്നേഹം നിറഞ്ഞ രാത്രി, പുതിയൊരു ഗാനം പുതിയൊരു താരം വേദലഹേമിലുയർന്നു. നിങ്ങളറിഞ്ഞോ സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, സന്തോഷവാർത്ത, സ്വർഗീയ വാർത്ത, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ, വന്നു രക്ഷകൻ നിങ്ങൾക്കായിതാ. ശാന്തി ശാന്തി
ഊഴിയിൽ പിറന്നു. ഇന്ന് പല ക്രിസ്മസ് ആഘോഷങ്ങളും ക്രിസ്തുവിനെ മറന്ന് വെറും ലോകത്തിൻ്റെ മറ്റ് ആഘോഷങ്ങൾ പോലെയാകുന്ന ഒരു കാലമാണ്. എന്നാൽ സ്നേഹമായി, ശാന്തിയായി, സത്യമായി, ജീവനായി, അഗ്നിയായി, ജ്വാലയായ യേശുവേ നീ എന്നിൽ വസിച്ചിടണേ എന്ന പ്രാർത്ഥന ആകട്ടെ നമ്മുടെ ഹൃദയങ്ങളിൽ. അപ്പോൾ നമ്മുടെ ഹൃദയവും സ്നേഹത്തിൻ്റെ മാധുര്യഗാനം പാടും. അടുത്ത ഗാനം മേലെ മാനം നിറയെ. വേർഡ്സ് ആൻഡ് മ്യൂസിക് ബൈ തോമസ് ഐ. പാടിടുമേ
മംഗളകാരണനേ മതിമങ്ങിയ ഞങ്ങളെയും പ്രീതി തിങ്ങിയോ തങ്ങളെയും നിന്റെ മാമകത്വം ദിവ്യശ്രീത്വവും കാട്ടുവാൻ വന്നുവോ വല്ലഭനേ ആദിമംഗളകാരണനേ മുഴി മന്നവർ മേടയെയും മഹാ ഉന്നത വീടിനെയും വിട്ടുമാട്ടിടയിൽ പിറന്നാട്ടിടയത്തോട് വന്നുവോ ഈ ധരയിൽ ആദിമംഗളകാരണനേ തങ്കക്കട്ടിലുകൾ വെടിഞ്ഞു പശുത്തൊട്ടിയതിൽ കിടന്നു ബഹുകാറ്റുമഞ്ഞിൻ കഠിനത്തിലുൾപ്പെട്ടുമോ കഷ്ടം സഹിച്ചുവോ നീ ആദിമംഗളകാരണനേ ദുഷ്ടവിഗണമോടുവാനും ശിഷ്ടർവായിഗണം പാടുവാനും നിന്നെ പിന്തുടരുന്നവർ തുമ്പമെങ്ങേവോടും ഏറ്റ നിൻകോലമിതോ ആദിമംഗളകാരണനേ എല്ലാ പാപങ്ങളുമകലാൻ ജീവദേവവരം ലഭിപ്പാൻ നീ നിൻ പാപങ്ങൾ വേറൊന്നും പൊങ്കവനിന്തിരും എനിക്കു കണ്ടില്ലയോ ആദിമംഗളകാരണനേ. A carol service is not just all about the songs. A Christmas message is an integral part of any carol service. Now, it is time to listen to the Christmas message. We are privileged to have with us Dr. P.M. Koshi, retired principal of St. Stephen's College, Patnapuram, as our guest speaker. I request Dr. P.M. Koshi to deliver the Christmas message. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരുനാഗപ്പള്ളിയുടെ പ്രദേശത്തു നിന്നും നന്ദൻകോട് പാരിഷിൽ നടക്കുന്ന ഈ കരൽ സർവീസ് 2024 നിങ്ങളോടൊപ്പമായിരിക്കാനും അല്പനേരം ദൈവജനത്തിൽ സംസാരിക്കുവാനും നിങ്ങൾ എന്ന അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എളിയവനായ എന്നെയും നിങ്ങളുടെ മുന്നിൽ ഉയർത്തിയതിൽ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു. ഇന്നെന്തുകൊണ്ടോ ഒരു ആക്സിഡൻഷ്യൽ കോയിൻസിഡൻസ് ആണ്. ഇന്ന് അച്ഛൻ ഇവിടെ പ്രതിപാദിച്ച വാക്യം തന്നെയാണ് ഞാനും കുറിവാക്യമായി എടുത്തിരുന്നത്. ഞാനതൊരു ആലോചിക്കുമായിരുന്നു എന്താണ് അച്ഛനത് എടുക്കാൻ കാരണമെന്ന്. അതും ദൈവത്തിൻ്റെ പദ്ധതിയാണെന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം ഒരു ദൈവത്തിൻ്റെ പദ്ധതിയായത് എങ്ങനെയെന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്ന വേദഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായവും അതിൻ്റെ 2-ാമത്തെ അധ്യായവും. ഈ അധ്യായത്തിൽ ലൂക്കോസ് വളരെ വ്യക്തവും സ്പഷ്ടവുമായി നറേറ്റ് ചെയ്തിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ജനനവും അതെന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പദ്ധതി എന്താണെന്ന് അവിടെ നറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, അത് ക്രിസ്മസ് സമയത്ത് മേരി ക്രിസ്മസ് ഒന്നും അല്ല, ക്രിസ്ത്യ ദൈവത്തിൻ്റെ ജനത്തിന് ഗ്രീറ്റ് ചെയ്യുവാൻ, ക്രിസ്മസിനെ ഗ്രീറ്റ് ചെയ്യുവാൻ ദൈവം തന്നുള്ള ഒരു വളരെ മനോഹരമായൊരു വാക്യമാണത്. നമുക്ക് പരസ്പരം പറയാവുന്നൊരു വാക്യമാണ്. എന്താണെന്നറിയാവോ വാക്യം? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ എനിക്കായി നല്ല പറഞ്ഞത്, മറ്റൊരാൾക്കാണെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നമ്മൾ പരസ്പരം ഒന്ന് പറഞ്ഞു നോക്കിയേ. ഇടതും വലതും ഇരിക്കുന്നവരോടും മുമ്പിലും പുറയിലും ഇരിക്കുന്നവരോടും നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മളൊന്ന് പറഞ്ഞു നോക്കിയേ, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിലായിക്കോട്ടെ ഏത് പട്ടണത്തിലായിക്കോട്ടെ ജനിച്ചാൽ നമുക്കെന്താണെന്നുള്ളതാണ് നമ്മളുള്ള ചോദ്യം. ഈ ഉത്തരമാണ് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് സമ്മാനിക്കുവാനുള്ളതും എനിക്ക് നിങ്ങളോട് പറയുവാനുമായിട്ടുള്ളത്. യേശുവിൻ്റെ ജനനം എന്ന് പറയുന്നത് ഒരു മിസ്റ്ററിയാണ്. ദൈവസന്നിധിയിൽ നിന്ന ഒരു കുടുംബമായിരുന്നു, ദൈവത്തിന് വേണ്ടി നിലകൊണ്ട ഒരു കുടുംബമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചെന്നറിയാമോ? ഇവർക്ക് ദൈവം ഒരു വിഷമം കൊടുത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവസന്നിധിയിൽ നമ്മൾ അടുത്ത് വരുമ്പോൾ പരീക്ഷിക്കാൻ ദൈവം നമുക്ക്
ചിലതൊക്കെ തന്നുകൊണ്ടിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ദുർഘടങ്ങൾ നമ്മൾ തന്നുകൊണ്ടിരിക്കും. സെഖരിയാ പുരോഹിതൻ്റെ ജീവിതം എടുത്തു കഴിഞ്ഞാൽ ആ സെഖരിയാ പുരോഹിതന് വേണേൽ പിറുപിറുക്കാമായിരുന്നു. അദ്ദേഹം ലോകത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിനെ കുറിച്ച് ബൈബിളിൽ നല്ല വാഴ്ത്തിപ്പുഴ്ത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒന്നോർക്കണം, അദ്ദേഹത്തിന് മക്കളില്ലാത്ത ഒരവസ്ഥ. മക്കളില്ലാത്ത അവസ്ഥ അറിയാമല്ലോ, സമൂഹത്തിൽ നിന്നവരാണ്. കല്യാണം കഴിച്ച് 3-ാം മാസം തൊട്ട് ഓരോരുത്തർ ചോദിക്കാൻ തുടക്കും, കുട്ടികളായോ? അപ്പോഴായിരിക്കും കുട്ടി പറയുന്നത്, ഞാൻ 3 മാസമേ ഉള്ളൂ കല്യാണം. സോറി എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് പിന്നെ വെളിയിലിറങ്ങി നടക്കാനും വയ്യാത്തൊരവസ്ഥയാണ്. ഓർക്കണം, ആ കാലഘട്ടത്തിൽ മക്കളില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് ഒരു നിന്ദിതമായ ഒരവസ്ഥയായിരുന്നു. ഒരുപക്ഷേ സെഖരിയാവിനോട് ആരും വലുതായിട്ട് ചോദിക്കത്തില്ല. അദ്ദേഹം ചർച്ച് സർവീസിലും പുരോഹിതൻ്റെ കാർമ്മികത്വത്തിലുമൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ കൊച്ചമ്മയോടെ ചെല്ലുമ്പോൾ പലരും ചോദിക്കും, അയ്യോ കൊച്ചമ്മ മക്കളായില്ലയോ എന്ന് ചോദിക്കും. ഈ കൊച്ചമ്മയല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെല്ലാവരെയും ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് അനുഭവിച്ച ഒരു സ്ത്രീയാണ്, നിന്ദിതയായ ഒരു സ്ത്രീയാണ്. അവൾക്കൊരു പേര് ബൈബിളിൽ ഇട്ടിട്ടുണ്ട്, മച്ചിയായവളെ എന്നിട്ടു. അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വേദനാജനകമാണ്. പക്ഷേ ഓർക്കണമേ, ഈ സെഖരിയാവിൻ്റെ ഭാര്യ എലിസബത്ത് സെഖരിയാവിനോട് ചേർന്ന് ജീവിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. സെഖരിയാവ് ദൈവസന്നിധിയിൽ നിന്ന് മാറിയിട്ടില്ല. ഈ ശൂലം അദ്ദേഹത്തിന് കൊടുത്തിണക്കുകയും ദൈവസന്നിധിയിൽ നിന്ന് സെഖരിയാവ് മാറിയില്ല എന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ ഈ കുടുംബമായി ജീവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നീതിപൂർവമായി ജീവിക്കുന്ന കുടുംബങ്ങളായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് പ്ലാനും പദ്ധതിയും ചെയ്തിട്ടുണ്ട്. നമ്മളതിന് വിരുദ്ധമായി ചെയ്യുമ്പോൾ നമുക്ക് ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളെയും തല്ലുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റുവാൻ യാതൊരു സമയവും അതിക്രമിക്കത്തില്ല എന്നൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് സെഖരിയാ പുരോഹിതൻ്റെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മക്കളില്ലാത്ത ഒരു കുറവുണ്ടായിരുന്നു. ആ മക്കളില്ലാത്ത കുറവുള്ള മനുഷ്യൻ ദൈവസന്നിധി നിൽക്കുകയാണ്, എങ്ങോട്ടും മാറിയിട്ടില്ല. നമ്മുടെ തമ്പുരാൻ ലോകത്തിന് അത്ഭുതങ്ങൾ കാണിച്ചു. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും പറയുകയാണ്, അവൻ്റെ ജനനം ഒരു മിസ്റ്ററിയാണ്. ഇവിടെ ഒരു ആൺകുഞ്ഞിനെയാണ് ജനിച്ചത്. അവന് പേരിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് പേരിട്ടപ്പോൾ യോസഫ് വിശ്വസ്തനായിരുന്നു. തമ്പുരാൻ പറഞ്ഞ പേര് തന്നെ യേശു എന്നിട്ടു. 2 കുടുംബസ്ഥനെ ഞാൻ കാണിച്ചു. ഒന്നാമത്തവൻ സെഖരിയാവ്, ഒന്നാമത്തെ പുരോഹിതൻ സെഖരിയാവ്. സെഖരിയാവിൻ്റെ മകന് യോഹന്നാൻ എന്ന് പേരിട്ടു. അവനാണ് ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ ദ ബാപ്റ്റിസ്റ്റ്. അവനെക്കുറിച്ച് സെഖരിയാവ് പറഞ്ഞ വാചകം അറിയാമോ? ഞാനൊരു പുരോഹിതനാണ്, പക്ഷെ നീ ആരാണെന്നറിയാമോ? നീ ഒരു പ്രവാചകനാണ്. ഓർക്കണമേ, ഒരു പുരോഹിതൻ്റെ മകൻ ആരായി മാറി? ഒരു പ്രവാചകനായി മാറി. അവൻ അതിൽ അപ്പുറത്തെ ഗ്രേഡിലേക്ക് പോയി. ഇന്ന് പല വീട്ടിലും ജനിക്കുമ്പോൾ കർത്താവേ പല പ്രയാസങ്ങൾ നേരിടുകയാണ്. പുരോഹിതൻ്റെ മകനാണോ സാധാരണ മകനാണോ ഒന്നും തിരിച്ചറിയാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സെഖരിയാവിൻ്റെ മകൻ ഒരു പ്രവാചകനായി മാറി. അവന് ലേറ്റായിട്ട് കിട്ടിയ കുഞ്ഞാണ്. 2ാമത്തെ കുഞ്ഞിന് പേരിട്ടു യേശു എന്ന് പേരിട്ടു. അതിൻ്റെ ജനനം ഒരു അത്ഭുതമായ ജനനമാണ്. എന്താണെന്നറിയാമോ? ഈ ജനനം ഒരു യാഗവസ്തുവാണ്. ആരും അവകാശത്തിനായി വരാൻ പാടില്ല. ഇതിനൊരാളും സർനെയിം ചോദിച്ചുകൊണ്ട് വരാൻ പാടില്ല. സെഖരിയാവിൻ്റെ കാര്യത്തിൽ സർനെയിമുണ്ട്. ഇവിടെ സർനെയിം ആരായിട്ട് വരുമെന്നറിയാമോ? കുടുംബ പേരാരായിട്ട് വരുമെന്നറിയാമോ? സ്വർഗത്തിലെ തമ്പുരാൻ്റെ പേരാണ് വരുന്നത്. ഈ 2 മക്കളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഒന്നാമത്തവൻ വഴി ഒരുക്കാൻ വന്നെങ്കിൽ 2ാമത്തവൻ ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യാൻ വന്നവനാണ്. ഒന്നാമത്തവൻ എങ്ങനെ വന്നവനാണെന്നറിയാമോ? ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് പുരുഷനും ഉണ്ടായ മകനാണെങ്കിൽ 2ാമത്തവൻ വന്നത് ഒരു സ്ത്രീക്ക് മാത്രമായിട്ടുണ്ടായ ഒരു മകനാണ്. ഓർക്കുക, ക്രിസ്തു ജനിച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. നമുക്ക് പരസ്പരം പറയാം, നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയുമാണ് ക്രിസ്തു ജനിച്ചിരിക്കുന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. നമ്മൾ ഇനി മുതൽ ക്രിസ്മസ് ഗ്രീറ്റ് ചെയ്യുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം എഴുതിയതിന് ശേഷം മാത്രമേ അതിനിടയിൽ എന്തെഴുതാവൂ? മേരി ക്രിസ്മസ് എന്ന് എഴുതാവൂ. എന്താണ്? കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ലോകത്തിൽ ജനിച്ചിരിക്കുന്നു. ഇവാഞ്ചലിക്കൽ സഭയായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പ്രഘോഷിക്കേണ്ട ഒരു വിഷയമാണ് രക്ഷ അഥവാ രക്ഷകൻ. ഇന്ന് ഞാൻ നിങ്ങളെക്കുറിച്ചിട്ട് രക്ഷകനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ രക്ഷകൻ്റെ ദൗത്യം എന്താണെന്നറിയാമോ? യവൻ ജനിച്ചപ്പോൾ പ്രകാശമുണ്ടായി, യവൻ മരിച്ചപ്പോൾ അന്ധകാരമുണ്ടായെങ്കിൽ യവൻ്റെ അടുത്ത വരവെങ്കിൽ ഇവിടെ വീണ്ടും ഒരു പ്രകാശമുണ്ടാകാൻ പോവുകയാണ്. നമ്മളതിന് തയ്യാറായിരിക്കണം. 2024 നന്തൻകോടിലെ ചർച്ചിൽ നടന്ന ഈ കരോൾ സർവീസിൽ എന്നെ ക്ഷണിച്ച ഇതിലെ എല്ലാ ഇടവാങ്ങൾക്കും, ഇതിലെ ഓഫീസ് ബെയറേഴ്സ് ഭാരവാഹികൾക്കും, അതുപോലെ ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന സാം മാത്യു അച്ഛനും, ഈ വികാരിയായിരിക്കും സാം മാത്യു അച്ഛനും, പ്രത്യേകിച്ച് അതിമനോഹരമായ കൊയർ പാടിയ കൊയറംഗങ്ങൾക്കും, പ്രത്യേകിച്ച് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും, നല്ല അനൗൺസൊക്കെ ചെയ്ത മകൾക്കും, എല്ലാവർക്കും, എൻ്റെ ഹൃദയത്തിൻ്റെ അപ്പച്ചന്മാരായിട്ടിരിക്കുന്ന പ്രായമുള്ളവർക്കും, അമ്മച്ചിമാരായിട്ട് പ്രായമുള്ളവർക്കും, എൻ്റെ സ്നേഹിനി സഹോദരങ്ങൾക്കും, അതുപോലെ സുവിശേഷനോട് ഇരിപ്പുണ്ട് എല്ലാവർക്കും ബോട്ടം ഓഫ് ഫ്രം മൈ ഹാർട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അടുത്തുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. മേരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്. താങ്ക് യു.
The senior choir will now present a few more songs. The choir will now render an English song. The Christmas bells are ringing merrily to welcome the long-expected newborn King. He is born to redeem his people, born to reign in us forever, born to give us eternal life. Let us listen to the song, Sweet Chiming Bells, lyrics by Charles Wesley. Jesus, born to set the people free, from all fears and sins release us. Let us find our rest in Thee. Sweet chiming bells, oh how they ring, to welcome Christ, the newborn King. Sweet chiming bells, oh how they ring, to welcome Christ the King. Oh, the people's consolation, hope of all the earth now on, dear desire of every nation, joy of every longing heart. Sweet chiming bells, oh how they ring, to welcome Christ, the newborn King. Sweet chiming bells, oh how they ring, to welcome Christ the King. Born the people to deliver, born a child and yet a king, born to reign in us forever. Now the gracious kingdom bring. Sweet chiming bells, oh how they ring, to welcome Christ, the newborn King. Sweet chiming bells, oh how they ring, to welcome Christ the King. By the Holy Eternal Spirit, ruling all our hearts alone, by thine all-sufficient merit, raise us to thy glorious throne. Sweet chiming bells, oh how they ring, to welcome Christ, the newborn King. Sweet chiming bells, oh how they ring, to welcome Christ the King. As we come closer to the end of today's carol service, the choir will sing one more Malayalam song. Let us pray to keep this joy within us throughout the new year. യേശു എനിക്ക് വേണ്ടിയാണ് ഭൂമിയിൽ ജനിച്ചതെന്നുള്ള സത്യം ഒന്നുകൂടി നമുക്ക് ഹൃദയത്തിൽ ഉറപ്പിക്കാം. ഹല്ലേലൂയ പാടാം. അടുത്ത ഗാനം എൻ യേശു രാജൻ ബെത്ലഹേമിൽ എൻ പേർക്ക് ജാതനായി. ഈ ഗാനം രചിച്ചതും ഈണം പകർന്നതും ലിയ എലിസബത്ത് ജോർജ്. എന്നീശുരാജൻ ബെത്ലഹേമിൽ എൻ പേർക്കു ജാതനായി.
let us pray that Jesus will live in our hearts and give us joy and peace during this Christmas season and in the new year to come. No carol service is complete without the serene rendition of the universally favorite carol, Silent Night, Holy Night. This song was originally written in German by a young Austrian priest, Joseph Mohr, and set to music by Franz Gruber. Let us all rise as the junior and senior choir members lead us in the singing of the carol, Silent Night, Holy Night, which gives out the message of peace and calmness. Merry Christmas,